जय जय हरे राम 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 हरे 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 कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम സാധാരണ ജീവിതത്തില് ആ പശുവിനെ കറക്കുകയും പശുവിനെ വയ്ക്കുകയും അങ്ങനെ പാല് വിൽക്കുകയും ചെയ്യുന്ന സാധാരണ ജീവിതം നയിക്കുന്നതായിട്ട് ഈ ഗോപികമാർക്ക് ശ്രുതിഭിർവിഭൃത്യാം വേദങ്ങൾ പോലും ഏതൊരു ഈശ്വരനെയാണോ അന്വേഷിക്കുന്നത് ആ ഈശ്വരനെയാണ് എപ്പോഴും അവരുടെ മനസ്സില്. യോഗികളൊക്കെ ഏതൊരു ഈശ്വരനെ കുറച്ചു നേരം മനസ്സിൽ പറയാണ്. ആ യോഗികൾ പോലും അറിവും വിദ്യയും കഴിവുകളും ഒക്കെ എപ്പോഴാണ് ശോഭിക്കുക? വിനയം ഉണ്ടാവുമ്പോഴാണ്. ഇപ്പൊ അതും ഉദ്ധവന് തികഞ്ഞു. താനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. കൃഷ്ണനോട് സ്നേഹവും ഭക്തിയൊക്കെ ഉള്ളപ്പോഴും ഇപ്പൊ ഉദ്ധവൻ അത് മനസ്സിലായി. താൻ എവിടെയും എത്തിയിട്ടില്ല. തന്റെ ജ്ഞാനവും അറിവും അല്ല, അതിനൊക്കെ എത്രയോ അപ്പുറത്താണ് ഈശ്വരനെ ഒരു നിമിഷം പോലും മറക്കാതെ കൊണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഉദ്ധവൻ അവിടെ പറഞ്ഞു വെച്ചത്. തിരിച്ചുദ്ധവൻ വരുമ്പോ വീണ് നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണായ പ്രണിപത്യാഹ ഭഗവദ്രേകം വ്രജൗഘസാം. ഉദ്ധവൻ വാതോരാതെ പറഞ്ഞു അത്രേ ആ ഗോപികമാരുടെയും ഗോപന്മാരുടെയൊക്കെ ഭക്തിയെ കുറിച്ചിട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉദ്ധവദൂത്. അത് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ കഥ നിർത്തിയത്.